സോ ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് HF2019 അഥവാ ഹാക്കർ ഫെസ്റ്റ് 2019 എന്നുള്ള വളൻ ഹബിൽ ഒരു മെഷീനാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. സോ യു ക്യാൻ ഡൗൺലോഡ് ദാറ്റ് മെഷീൻ ഫ്രം ദ വളൻ ഹബ് പ്ലാറ്റ്ഫോം. ഇതാണത്. സോ ഇത് ഓപ്പൺ ചെയ്തിട്ട് യു ക്യാൻ ഡൗൺലോഡ് ഒന്നെങ്കിൽ ഈ മിറർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമോ അല്ലെങ്കിൽ സിപ്ഡ് ഫയലോ വെച്ചിട്ട് നമുക്ക് മെഷീൻ നമ്മുടെ വിൻഡോസിലോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് വിർച്വൽ ബോക്സിലോട്ട് നമുക്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എക്സ്ട്രാക്റ്റ് സിപ്ഡ് ഫയലാണെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് OVF ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി വിർച്വൽ ബോക്സിലോട്ട് ആഡ് ആവും. ഞാനത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്നെങ്കിൽ നാറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രിഡ്ജ് നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അത് സെറ്റിംഗ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനെൻ്റെ കാലി ലിനക്സ് ബ്രിഡ്ജ് അഡാപ്റ്ററാണ് ഇട്ടേക്കണം. സോ സ്വാഭാവികമായിട്ടും ഞാൻ HF2019 സെയിം സെറ്റിംഗ്സ് കാലി ലിനക്സിൻ്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്താണോ ആ സെയിം സെറ്റിംഗ്സിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബ്രിഡ്ജ് അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട്. സോ ഓൾറെഡി ആ മെഷീൻ റണ്ണിങ് ആണ്. പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. USB ഓപ്ഷൻ്റെ എറർ കാണിക്കുകയാണെങ്കിൽ USB ഒന്നെങ്കിൽ ഡിസേബിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓപ്ഷനിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. USBൻ്റെ എറർ നമുക്ക് ഇഷ്യൂ വരാം. ചിലപ്പം കെർണൽ പാനിക് എന്ന് പറഞ്ഞിട്ട് എറർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ. ആ സിറ്റുവേഷൻസിൽ സിസ്റ്റം എടുത്തിട്ട് പ്രൊസസ്സറിൻ്റെ കൗണ്ട് 1 എന്ന് മാറ്റിയിട്ട് 2 ആക്കി കൊടുത്താൽ മതി. ആ ഒരു എറേഴ്സ് വരുവാണെങ്കിൽ മാത്രം നമ്മളത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഞാൻ ഓൾറെഡി HF2019 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. You can see the login page. Okay, so just minimize that. Now take our Kali Linux. Okay, so what we are going to do is നമ്മുടെ Kali Linux യൂസ് ചെയ്തിട്ട് നമ്മൾ HF2019 എന്നുള്ള സിസ്റ്റം നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകണം. ഓക്കെ, വി ആർ കവറിങ് ദി ടോപ്പിക് ഓഫ് സിസ്റ്റം എക്സ്പ്ലോയിറ്റേഷൻ. സോ ലെറ്റ്സ് ഓപ്പൺ ദ ടെർമിനൽ. ഞാൻ റൂട്ട് ടെർമിനലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ വിർച്വൽ ബോക്സിൽ ഇപ്പോൾ കാലി ലിനക്സ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അടുത്ത സെയിം ടൈം നമ്മളൊരു ടാർഗറ്റ് മെഷീനായ HF2019 നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HF2019 എന്നുള്ള മെഷീൻ്റെ IP അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ യു ഗൈസ് മേ ബി ഫെമിലിയർ വിത്ത് Nmap, നെറ്റ് ഡിസ്കവർ, ARP സ്കാൻ. ഇതിലേത് കമാൻഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ടാർഗറ്റ് നെറ്റ്വർക്ക് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് മെഷീൻ്റെ IP അഡ്രസ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐ എം യൂസിങ് ARP സ്കാൻ. ARP സ്കാൻ സ്പേസ് -L എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്ക് സ്കാൻ ചെയ്തിട്ട് അവിടെ ആ നെറ്റ്വർക്കിൽ അപ്പായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. സോ നോർമലി വിർച്വൽ ബോക്സിൽ റൺ ചെയ്യുന്ന ടാർഗറ്റ് സിസ്റ്റത്തിൻ്റെ ഇത് PCS സിസ്റ്റം ടെക്നിക് GmbH എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ARP തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. വി ക്യാൻ യൂസ് Nmap, വി ക്യാൻ യൂസ് നെറ്റ് ഡിസ്കവർ, വാട്ട് ഓർ മേ ബി. ഓക്കെ, നിങ്ങൾ ഏത് കമാൻഡായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ളത് ആ ഒരു കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സിസ്റ്റം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാർഗറ്റ് സിസ്റ്റം. ഓക്കെ, സോ ടാർഗറ്റിൻ്റെ IP അല്ലെങ്കിൽ HF2019 IP അഡ്രസ്സ് നമുക്ക് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടാർഗറ്റ് സിസ്റ്റം നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ഫോർ ദാറ്റ് പർപ്പസ് ഐ എം യൂസിങ് Nmap ആൻഡ് ദ കമാൻഡ് ഈസ് and the command is nmap -sv -p -o, then just copy paste the IP address. Okay, so നമ്മുടെ ടാർഗറ്റ് സിസ്റ്റമായ HF2019 IP അഡ്രസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു Nmap സ്കാനിങ്ങിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ സർവീസ് വേർഷൻ ഡിറ്റക്ഷൻ ഫുൾ പോർട്ട് സ്കാൻ 65,535 പോർട്ട്സ് ആണുള്ളത്. ആ എല്ലാ പോർട്ടിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി -p യൂസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി -o എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും -a അഗ്രസീവ് സ്കാൻ ചെയ്യാൻ പറ്റും, ഹാഫ് ഓപ്പൺ സ്കാൻ -ss എന്നുള്ള ഓപ്ഷൻ, -st യൂസ് ചെയ്തിട്ട് TCP കണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും, -sf യൂസ് ചെയ്തിട്ട് ഫിൻ സ്കാൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അപ്പ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു സ്കാനിങ് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് സിസ്റ്റം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആസ് വി ക്യാൻ സി 65,531 ക്ലോസ്ഡ് പോർട്ട്സും
4 ഓപ്പൺ പോർട്സുമാണ് നമ്മുടെ ടാർഗറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളത്. 4 ഓപ്പൺ പോർട്സുമാണ് നമ്മുടെ ടാർഗറ്റ് സിസ്റ്റത്തിൽ കറൻ്റ് ഉള്ളത്. സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്യൂമറേഷൻ മെത്തേഡ് പോകുന്നത് ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സർവീസസിൻ്റെ വേർഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ വേർഷൻസിന് എന്തെങ്കിലും വൾണറബിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കോ എക്സ്പ്ലോയിറ്റ് DB ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കേസിൽ ഞാൻ ഡയറക്റ്റ് അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ കേസിലോട്ട് പോകണം. നമ്മളിപ്പോൾ FTP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് മീൻസ് വെർഷൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ വൾണറബിലിറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വൾണറബിലിറ്റീസും കിട്ടില്ല. സോ പോർട്ട് 80 അഥവാ HTTP വെബ് സെർവർ റൺ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് അവിടെ റൺ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. Just paste this IP address. Okay, so as we can see, it's just a website. നമുക്കൊരു റിയൽ ടൈം വെബ്സൈറ്റ് പോലെ ഒന്നും തോന്നില്ല, കാരണം ഹോം അബൌട്ട് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ബട്ട് സംതിങ് ഈസ് ദർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അനദർ വേർഡ് പ്രസ് സൈറ്റ് നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വേർഡ് പ്രസ് എന്നൊരു CMS കോണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അവരോട് യൂട്ടിലൈസ് ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അത് അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആഡ് ഓൺസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ ആഡ് ഓൺസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഓൺസ് ആൻഡ് തീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാപ്പലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഓൺ ഉണ്ട്. വാപ്പലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ആഡ് ഓൺ ഉണ്ട്. ഞാനത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഫയർഫോക്സ് കൊടുത്താൽ മതി. ഞാനത് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ വാപ്പലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ ടെക്നോളജീസ് ഓൺ വെബ്സൈറ്റ്സിൽ ഏതൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാപ്പലൈസർ നമ്മൾ യൂസ് ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെ വേർഡ് പ്രസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വാപ്പലൈസർ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഏത് സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാപ്പലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജീസിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ലൈക്ക് CMS, വേർഡ് പ്രസിൻ്റെ ഏത് വേർഷനാണ്, ബ്ലോക്സ്, ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക്, ഫോൺ സ്ക്രിപ്റ്റ്, മിസലേനിയസ്, വെബ് സെർവേഴ്സ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസസ് ഏതാണ്, ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറീസ് യൂസ് ചെയ്തേക്കുന്നത് ഏതാണ്, വേർഡ് പ്രസിൻ്റെ തീംസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വാപ്പലൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വേർഡ് പ്രസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വേർഡ് പ്രസ് റൺ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, വേർഡ് പ്രസിൻ്റെ തന്നെ വെബ്സൈറ്റ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾ ഉണ്ട്. ദാറ്റ് ഈസ് WPS സ്കാൻ എന്ന് പറയും. അപ്പോൾ ഞാൻ ആ WPS സ്കാൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ വെബ്സൈറ്റ് ഞാനൊന്ന് സ്കാൻ ചെയ്യാൻ പോകണം. അതിൻ്റെ കമാൻഡ് വിൽ ബി ലൈക്ക് the command will be like WPS scan --URL http ആ ഒരു URL കൊടുക്കുക. ഓക്കെ, നമ്മുടെ വേർഡ് പ്രസ് വെബ്സൈറ്റിൻ്റെ URL കൊടുക്കുക. അതായത് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുമ്പോൾ ആ വേർഡ് പ്രസ് വെബ്സൈറ്റ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ എന്യൂമറേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുന്നു ആ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഐ ആം ജസ്റ്റ് റണ്ണിങ് ദ കമാൻഡ്. Yeah, the enumeration is completed. So let's look at the result. സോ ഡേറ്റാബേസിൻ്റെ അപ്ഡേറ്റ് കാണും. ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യട്ടെ വേണ്ടതെന്ന് അവർ ചോദിക്കാൻ നേരം യെസ് കൊടുത്താൽ മതി നിങ്ങൾ നോർമലി. സോ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഫൈൻഡിങ്സ് കാണാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തെങ്കിലും യൂസർ നെയിംസ്, പാസ്വേഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ് യൂസ് ചെയ്തേക്കുന്ന എന്തെങ്കിലും പ്ലഗിൻസോ തീംസോ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഔട്ട്ഡേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്ലോഡ്സ് ഡയറക്ടറി ഉണ്ടെങ്കിൽ അപ്ലോഡ്സ് ഡയറക്ടറി ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും സെൻസിറ്റീവ് ഫയൽസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. ലൈക്ക് പ്ലഗിൻസ് ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടൊരു
ഇത് കിട്ടണം. അവിടെ WP ഗൂഗിൾ മാപ്സ് എന്ന് പറഞ്ഞ പ്ലഗിൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് പ്രസിൻ്റെ തീമും നമുക്ക് കാണാൻ പറ്റും. 2017 എന്ന് പറഞ്ഞിട്ടൊരു തീമും. ഈ തീമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ ദ വെർഷൻ ഈസ് ഔട്ട് ഓഫ് ഡേറ്റ്, അതായത് അവർ യൂസ് ചെയ്ത തീം ഒരു ഔട്ട്ഡേറ്റഡ് വെർഷനാണ്. ഇപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടിൽ ഔട്ട്ഡേറ്റഡ് വെർഷൻ എന്ന് കണ്ടാലോ അല്ലെങ്കിൽ വെർഷൻ പ്രോപ്പർലി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കണ്ടാലോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ വെർഷൻ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടോ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്കോ എക്സ്പ്ലോയിറ്റ് DB ഒക്കെ നോക്കിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. സോ ഹിയർ തീമിൻ്റെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. സോ ലൈക്ക് ഐ എം ഡയറക്ട്ലി ഗോയിങ് ടു സെർച്ച് ഫോർ WP ഗൂഗിൾ മാപ്സ്. അതിൻ്റെ വെർഷൻ കുഡ് നോട്ട് ബി ഡിറ്റർമൈൻഡ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, വെർഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഔട്ട്ഡേറ്റഡ് ആണെന്ന് കാണിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, ബോത്ത് സിറ്റുവേഷൻസിലും നമ്മൾ അതിലെന്തെങ്കിലും എക്സ്പ്ലോയിറ്റുകൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ WP ഗൂഗിൾ മാപ്സ് എന്നുള്ള വെർഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വൾനറബിലിറ്റീസ് അവൈലബിൾ ആണോ എന്ന് ഞാൻ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഓപ്പൺ ചെയ്യുക. ലൈക്ക് MSF കൺസോൾ ഓപ്പൺ ചെയ്യുക, പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് MSF കൺസോൾ എന്നുള്ള കമാൻഡ് കൊടുത്തതിന് ശേഷം -Q കൊടുക്കണം, ബാനർ ഇല്ലാണ്ട് ഓപ്പൺ ആയിക്കോളും. ഓക്കെ, MSF കൺസോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് MSF കൺസോൾ മീൻസ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്, അഥവാ അതിനൊരു ഡേറ്റാ ബേസ് ഉണ്ട്, ഒരു MSF DB എന്ന് പറഞ്ഞ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഡേറ്റാ ബേസ്. ആ ഡേറ്റാ ബേസിൽ പല സർവീസസ് റിലേറ്റഡ് ആയിട്ടുള്ള വൾനറബിലിറ്റീസിൻ്റെ എക്സ്പ്ലോയിറ്റുകളും അതിൻ്റെ ഓക്സിലറി മൊഡ്യൂൾസും അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, സോ നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് സ്പേസ് WP ഗൂഗിൾ മാപ്സ്. ഓക്കെ, സെർച്ച് സ്പേസ് WP ഗൂഗിൾ മാപ്സ് കൊടുത്തതിന് ശേഷം എൻ്റർ കീ അടിക്കുക. WP ഗൂഗിൾ മാപ്സ് എന്നൊരു പ്ലഗിൻ ബേസ് ചെയ്തിട്ട് ഒരു ഓക്സിലറി മൊഡ്യൂൾ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നോർമലി നമുക്ക് ഓക്സിലറി മൊഡ്യൂൾസ് കിട്ടാറുണ്ട്, എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾസ് കിട്ടാറുണ്ട്. അപ്പോൾ എക്സ്പ്ലോയിറ്റ് മൊഡ്യൂൾസ് സക്സസ്ഫുള്ളി നമ്മുടെ ടാർഗറ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു സെഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് സിസ്റ്റത്തിലോട്ട് കിട്ടുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഓക്സിലറി മൊഡ്യൂൾസ് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഓക്സിലറി മൊഡ്യൂൾസ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ, സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് നോർമലി നമുക്ക് ആ ടാർഗറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഹിയർ വി ഗോട്ട് ആൻ ഓക്സിലറി മൊഡ്യൂൾ ആൻഡ് നമ്മളത് യൂസ് ചെയ്യാൻ പോവാണ്. യൂസ് സ്പേസ് അതിൻ്റെ ഒരു ID കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. യൂസ് 0 കൊടുക്കുക, ഓക്സിലറി മൊഡ്യൂളിൻ്റെ അകത്തോട്ട് കയറി. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് സെഷൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടി ഓപ്ഷൻസ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓപ്ഷൻസ് എന്നുള്ള കമാൻഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ള ഫീൽഡിലോട്ടാണ്. റിക്വയർമെൻറ്റ് യെസ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കറണ്ട് സെറ്റിംഗ് അവിടെ വേണം. ഓക്കെ, ഇവിടെ റിക്വയർമെൻറ്റ് യെസ് ഉള്ളതിൽ ഇല്ലാത്തത് എന്ത് മാത്രമാണ്? R ഹോസ്റ്റ് മീൻസ് ദ ടാർഗറ്റിൻ്റെ IP അഡ്രസ് ആണ്. അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് R host നമ്മുടെ ടാർഗറ്റിൻ്റെ IP ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. കൊടുത്തു. ഈ ഒരു R host എന്ന് കൊടുക്കുന്നത് നമുക്ക് കേസ് സെൻസിറ്റീവ് ഒന്നുമല്ല കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ബട്ട് ഈ സെറ്റ് എന്നുള്ളതൊക്കെ പ്യുവർലി കേസ് സെൻസിറ്റീവ് ആണ്. ദെൻ ഫൈനലി വി ക്യാൻ യൂസ് ദ കമാൻഡ് റൺ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു മൊഡ്യൂൾ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, സോ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞായിരുന്നു ഓക്സിലറി മൊഡ്യൂൾ യൂസ് ചെയ്യുമ്പോൾ സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് ഫെച്ച് ആയിട്ട് കിട്ടുന്നത്. സോ ഹിയർ വി ഗോട്ട് എ യൂസർ കോൾഡ് ഈ വെബ് മാസ്റ്റർ എന്നുള്ള യൂസറും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ഹാഷ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ഹാഷ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് കോപ്പി ദ ഹാഷ് ആൻഡ് സേവിങ് ഇറ്റ് ടു എ ഫയൽ. ഓക്കെ, ഒരു ഫയലിലോട്ട് നമുക്ക് സേവ് ചെയ്യാം. മൗസ് പാഡ് സ്പേസ് hash.txt
ഓക്കെ, ആ ഹാഷ് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് സേവ് ചെയ്തു. ഓക്കെ, കൺട്രോൾ S അടിച്ചിട്ട് നമുക്കത് സേവ് ചെയ്യാം. സോ ഹാഷ് ഈസ് ഹിയർ, ഹാഷ് ഡോട്ട് txt ജസ്റ്റ് ഒന്ന് ക്യാറ്റ് ചെയ്ത് കാണിക്കാം. സോ ഹാഷ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഹാഷ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ജോൺ എന്നുള്ള ടൂളാണ്. ജോൺ തെറിപ്പൽ എന്നുള്ള ടൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ജോൺ സ്പേസ് -- വേർഡ് ലിസ്റ്റ് സോ ആസ് യു ക്യാൻ സി roku.txt എന്നുള്ള ഒരു പാസ്വേഡ് ഫയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ roku.txt ബൈ ഡിഫോൾട്ട് നമ്മുടെ Kali Linuxൽ സിപ്ഡ് ഫയലായിരിക്കും. അത് എക്സ്ട്രാക്ട് ചെയ്യണം. gzip സ്പേസ് -d ആ roku.txt എന്നുള്ള നമ്മുടെ ഫയൽ നമ്മുടെ Kali Linuxൽ ലൊക്കേറ്റ് ചെയ്യുന്ന പാത്താണിത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ആയിക്കോളും. അതിനുശേഷം പ്രീവിയസ്ലി കൊടുത്ത സെയിം ജോൺ കമാൻഡ് കൊടുക്കുക. ജോൺ സ്പേസ് -- ഫയൽ ലിസ്റ്റ്, അതിനുശേഷം roku.txt പാത്ത് സ്പേസ് നമ്മുടെ ഹാഷ് ഫയലിൻ്റെ പാത്ത്. ഓക്കെ, സോ ഇതാണ് ഒരു ഹാഷ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ജോൺ ദ റിപ്പർ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണ കമാൻഡ്. ഇവിടെ അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ roku.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറേ പാസ്വേഡ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ പാസ്വേഡ് ഉണ്ടെങ്കിൽ, ഒറിജിനൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഹാഷ് നമുക്ക് ക്രാക്കായി കിട്ടും. ഓക്കെ, സോ എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സി ആ ഒരു ഹാഷ് ഫയൽ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ kittycat1 എന്നാണ് അതിൻ്റെ പാസ്വേഡ് വന്നേക്കണം. ഓക്കെ, സോ നമുക്കൊരു യൂസർ നെയിം ഓൾറെഡി കിട്ടി. വെബ് മാസ്റ്റർ എന്നുള്ള യൂസർ നെയിം ഈ ഹാഷ് ക്രാക്ക് ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടിയിട്ടുണ്ട്. സോ എൻമാപ്പ് ചെയ്തപ്പോൾ ഓൾറെഡി നമുക്ക് ഏത് പോർട്ട് ഓപ്പൺ ആയിരുന്നു, SSH എന്നുള്ളൊരു 22 എന്നുള്ളൊരു പോർട്ട് നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് SSH യൂസ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോ ദ കമാൻഡ് വിൽ ബി ലൈക്ക് SSH webmaster at IP address, fingerprint S കൊടുക്കുക, പാസ്വേഡ് kittycat1 എന്നുള്ള പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്ക് അതിലോട്ട് ഇനിഷ്യൽ ആക്സസ് നമുക്ക് കിട്ടും. സി നമ്മൾ വെബ് മാസ്റ്റർ എന്നുള്ള യൂസറായിട്ട് ആ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ഇനിഷ്യൽ ആക്സസ് എടുത്ത് ഇനി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരുന്നത് പ്രിവിലേജസ് ക്യാഷ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം എന്താണ്, ഒരു സിസ്റ്റം എടുത്ത് അത് അതിൻ്റെ അകത്ത് ഇനിഷ്യൽ ആക്സസ് എടുത്തതിന് ശേഷം അതിൻ്റെ അഡ്മിൻ യൂസർ അല്ലെങ്കിൽ റൂട്ട് യൂസർ ആകുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിവിലേജസ് ക്രിയേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊരു സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്താലും ഫസ്റ്റ് ബേസിക്കലി നമുക്ക് പ്രിവിലേജസ് ക്രിയേഷൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കമാൻഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കമാൻഡ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് sudo space -l sudo space -l എന്ന കമാൻഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡും കൊടുക്കുക kittycat1. See, the output will be like user webmaster may run the following commands on localhost. ഓക്കെ, ഏതൊക്കെ, അതായത് വെബ്മാസ്റ്റർ എന്നുള്ള യൂസർക്ക് HF2080 എന്നുള്ള മെഷീൻ ഏതൊക്കെ കമാൻഡ്സ് റൂട്ട് പ്രിവിലേജ് റൺ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് sudo -l എന്നുള്ള കമാൻഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് വി ക്യാൻ റൺ ഓൾ കമാൻഡ്. നമുക്ക് എല്ലാ കമാൻഡ്സ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാ കമാൻഡ്സും നമുക്ക് റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ sudo space zoo എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റൂട്ട് യൂസർ ആകാൻ പറ്റും. സി നമ്മൾ പ്രിവിലേജസ് ക്രിയേഷൻ നടത്തി അതിൻ്റെ റൂട്ട് യൂസർ. ഇതൊരു ബാഡ്ലി കോൺഫിഗേർഡ് മെഷീനാണ്. നോർമലി ഒരു സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും എല്ലാ യൂസേഴ്സിനും എല്ലാ കമാൻഡ് റൺ ചെയ്യാനുള്ള പ്രിവിലേജ് ഒരു സിസ്റ്റത്തിൽ വരാൻ പാടില്ല. ഓക്കെ, ഫൈനലി വി ക്യാൻ റീഡ് ദ റൂട്ട് ഫ്ലാഗ് ഫ്രം cd/root ഡയറക്ടറി. എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ കാണാം ഫ്ലാഗ് അവിടെ കിടക്കണം, cat flag.txt. So that's all about the HF2019 machine. Thank you.